ദക്ഷിണ കൊറിയയിൽ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ വിമാനം അപകടമുണ്ടായ സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് വിമാന കമ്പനിയായ ജെജു ആണ് തല താഴ്ത്തി മാപ്പ് പറഞ്ഞ് രംഗത്ത് വന്നത്. നിർഭാഗ്യകരമായ സംഭവത്തിൽ തങ്ങൾ തല താഴ്ത്തി നിൽക്കുകയാണ്. ദാരുണമായ സംഭവത്തിൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും സാധ്യമായതെന്തും ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞുവെന്നും ജെജു എയർവേസ് സമൂഹ മാധ്യമത്തിലൂടെയും വെബ്സൈറ്റിലൂടെയും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി രംഗത്ത് വരുന്നത്. അപകടത്തിന് പിന്നാലെ ജെജു വെബ്സൈറ്റിൽ പൊതുമാപ്പ് നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ദുഃഖസൂചകമായി ജെജു എയർലൈൻസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മിനിമൽ ഡിസൈനിലേക്ക് മാറുകയും ചെയ്തു. എമർജൻസി പ്രോട്ടോകോൾ ആക്റ്റീവ് ആക്കിയതായും അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കാൻ പ്രത്യേക സംഘടന നിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ സൈന്യവുമായി സഹകരിച്ചുള്ള അടിയന്തര രക്ഷാപ്രവർത്തന സർവീസ് മാത്രമാണ് ജെജു എയർവേസ് നടത്തുന്നതെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ കൊറിയൻ പ്രാദേശിക സമയം 9:07 അപകടം സംഭവിച്ചത്. ബാങ്കോക്കിൽ നിന്ന് 181 പേരുമായി സഞ്ചരിച്ച ജെജു എയർ വിമാനം ദക്ഷിണ കൊറിയയിലെ മുവാൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു. റൺവേയിൽ നിന്ന് തെന്നിമാറി സുരക്ഷാ വേലിയിൽ ഇടിച്ച് വിമാനം കത്തി ചാമ്പലാവുകയായിരുന്നു. ജീവനക്കാരുൾപ്പെടെ 181 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. 85 പേരുടെ മരണമായിരുന്നു ആദ്യം സ്ഥിരീകരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് വരുന്ന വാർത്തകൾ പ്രകാരം വിമാന അപകടത്തിൽ മരണം 171 ആയി എന്ന റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. മുവാൻ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെയാണ് അപകടം നടക്കുന്നത്. 175 യാത്രക്കാർ അടക്കം 181 പേരുമായി തായ്ലാന്റിൽ നിന്നുമായിരുന്നു ജെജു വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ മുവാൻ വിമാനത്താവളത്തിൽ വെച്ച് തകർന്നതും. 175 യാത്രക്കാരും 6 ജീവനക്കാരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. പരിക്കേറ്റ നിരവധി പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി വിമാനം ചുറ്റുമതിൽ ഇടിച്ചാണ് തകർന്നത്. അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഭക്ഷ്യ ഇടിച്ചതിനെ തുടർന്നാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രാദേശിക സമയം രാവിലെ 9 മണിയോടെയായിരുന്നു വിമാനം തകർന്നു വീണതും. അപകടത്തിൽ 2 പേരെ രക്ഷപ്പെടുത്താനായതായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിമാനത്തിലെ തീ അണച്ചതായും അഗ്നിശമന സേന അധികൃതർ അറിയിച്ചിരുന്നു. ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി നീങ്ങിയ വിമാനം സുരക്ഷാ മതിലിൽ ഇടിച്ച് കത്തിച്ചാമ്പലാവുകയായിരുന്നു. പ്രാദേശിക മാധ്യമങ്ങൾ പങ്കുവച്ച ദൃശ്യങ്ങളിൽ വിമാനം ലാൻഡിംഗ് ഗിയർ ഇല്ലാതെ റൺവേയിലൂടെ തെന്നി നീങ്ങുന്നതായും മതിലിടിച്ച് പൊട്ടിത്തെറിച്ച് തീഗോളമാകുന്നതും കാണാം. തീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി 32 ഫയർ ട്രക്കുകളും നിരവധി ഹെലികോപ്റ്ററുകളും വിന്യസിപ്പിച്ചതായും ദക്ഷിണ കൊറിയയുടെ നാഷണൽ എയർ ഏജൻസി അറിയിച്ചിരുന്നു. അപകടത്തിന് പിന്നാലെ മുവാൻ വിമാനത്താവളത്തിലെ എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. വിമാനത്തിലെ യാത്രക്കാരിൽ 173 പേരും ദക്ഷിണ കൊറിയൻ പൗരന്മാരാണ്. 2 പേർ തായ്ലാന്റ് സ്വദേശികളും. ലാൻഡിംഗ് ഗിയർ പ്രവർത്തിക്കാതിരുന്നതിനാലാണ് അപകട കാരണമെന്നാണ് അധികൃതരെ ഉദ്ധരിച്ച് ദക്ഷിണ കൊറിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നതും. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിലുണ്ടായ തകരാർ കാരണം വിമാനം ഇടിച്ചു കയറിയതായിരുന്നുവെന്നാണ് വിവരം. ലാൻഡ് ചെയ്യാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ട ശേഷം 2ാം ശ്രമത്തിലാണ് വിമാനം അപകടത്തിൽപ്പെടുന്നത്. ഈ ലാൻഡിംഗ് ശ്രമത്തിൽ വിമാനത്തിന്റെ വേഗത കുറയ്ക്കുന്നതിൽ പൈലറ്റ് പരാജയപ്പെടുകയായിരുന്നു. ഇതോടെയാണ് റൺവേയുടെ അറ്റം വരെ വിമാനം സഞ്ചരിക്കുകയും മതിൽ ഇടിക്കുകയും ചെയ്തത്. ലാൻഡിങ്ങിനിടയിൽ പക്ഷി വന്ന് ഇടിച്ചതാകാമെന്നും ലാൻഡിംഗ് ഗിയർ തകരാറിലാകാൻ ഇതാണ് കാരണമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അപകടത്തിന്റെ കാരണം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെയും വന്നിട്ടില്ല. പ്രതികൂല കാലാവസ്ഥയും കാരണമായി പറയപ്പെടുന്നു. മുവാൻ ഫയർ സ്റ്റേഷൻ മേധാവി ലീ ജിയോങ് ഹ്വാൻ ആണ് ഇക്കാര്യങ്ങൾ അറിയിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.